അങ്ങനെ 6.5% മാത്രം ക്രൈസ്തവരുള്ള തമിഴ്നാട്ടിൽ ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി. 20% തമിഴ്നാട്ടിലെ ദളിതരുടെ, അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ പേഴ്സൻറ്റേജ്. അതിൽ 8 പേർക്ക് TVK മത്സരിക്കാനുള്ള ടിക്കറ്റ് നൽകി. അതിൽ 4 പേരും MLA ആയി മത്സരിച്ച് വിജയിച്ചു വന്നു. വരും ദിവസങ്ങളിൽ TVKയുടെ മന്ത്രിസഭയിൽ തീർച്ചയായും ആ 4 പേര് അടങ്ങുന്ന ഈ വിഭാഗത്തിന് വലിയ രീതിയിലുള്ളൊരു പ്രാതിനിധ്യം നൽകും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ കേരളത്തിലേക്കൊന്ന് വന്നാലോ, 25% മുകളിൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന കേരളത്തിൽ മുഖ്യമന്ത്രി പോയിട്ട് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുസ്ലിം നാമധാരി വരും എന്ന് പറഞ്ഞപ്പോഴുണ്ടായ പുകില് അത് ചില്ലറയൊന്നുമല്ല. ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെയാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതില്ല. സത്യത്തിൽ സാംസ്കാരിക കേരളം, പുരോഗമന കേരളം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ ചുമ്മാതാ.